നമസ്കാരം. ഏതാണ്ട് 10 ദിവസം മുമ്പ് തൃശൂർ അമല മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് സമരം അവസാനിച്ചതാണ്. തൃശൂർ ജില്ലാ ലേബർ ഓഫീസർ ജോവിൻ നേതൃത്വം കൊടുത്ത ചർച്ചയിൽ UNAയും അമല മാനേജ്മെൻറ്റും ധാരണയിലെത്തി. അതനുസരിച്ച് 4000 മുതൽ 6000 രൂപ വരെ ശമ്പള വർധനവ് സംബന്ധിച്ചു. അത് പണ്ടേ തീരുമാനിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണ തൊഴിലാളികൾ രംഗത്തുണ്ട്. മാർച്ച് 8 സമരം പ്രഖ്യാപിക്കുമ്പോൾ ശമ്പള വർധനവിന് അവർ വിസമ്മതിച്ചിരുന്നു. സമരത്തിൽ പങ്കെടുക്കാത്തവർക്ക് ഏപ്രിൽ മുതൽ ശമ്പളം വർദ്ധിച്ചു കൊടുത്തു. ആ വർധനവ് സമരത്തിൽ പങ്കെടുത്തവർക്ക് കൂടി ബാധകമാക്കിയാണ് സമരം പിൻവലിച്ചത്. സമരം തീർക്കാൻ കരാറിലേർപ്പെട്ടപ്പോൾ പ്രതികാര നടപടികൾ ഉണ്ടാവില്ല, എല്ലാവർക്കും പടിപടിയായി ജോലിയിൽ കയറാം എന്നായിരുന്നു നിബന്ധന. അത് വലിയ വാർത്തയാകുന്നു. ഇത് ജൂബിലി മാനേജ്മെന്റിന് വലിയ ക്ഷീണമുണ്ടാക്കുന്നു. ജൂബിലി നിയമവിരുദ്ധമായി സമരത്തെ നേരിടുന്നത് അമലയുടെ കൂടെ പിന്തുണയോടെയാണ്. CMI സഭാ സമൂഹം നേഴ്സുമാരെ അപമാനിക്കുന്നതിനോട് താല്പര്യമുള്ളവരല്ല. പക്ഷെ തൃശൂർ രൂപതാധ്യക്ഷന്റെ നിലപാടിന്റെ പുറത്ത് അമലയ്ക്ക് കടുംപിടുത്തം തുടരേണ്ടി വന്നു. ഒടുവിൽ അവർ നിവൃത്തികെട്ട് സമരം ഒത്തുതീർപ്പിലാക്കി. എന്നാൽ അന്നു മുതൽ അമല മാനേജ്മെന്റിന്റെ മേൽ തൃശൂർ രൂപത മെത്രാന്മാർ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു. ഞാനിതുവരെ മനസ്സിലാക്കിയതും പറഞ്ഞിരുന്നതും തൃശൂർ രൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തിന്റെ പിടിവാശിയെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് മാർ ആൻഡ്രൂസ് താഴത്തെ ഇത്രയധികം പിടിവാശി കാണിക്കുന്നത് എന്ന് ഞാനൊന്ന് അന്വേഷിച്ചു നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അടിസ്ഥാനപരമായി അദ്ദേഹത്തെ ചിലർ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. യഥാർത്ഥ വില്ലൻ ആൻഡ്രൂസ് താഴത്തല്ല, സഹായമെത്രാനായ മാർ ടോണി നീലങ്കാവിലാണ്. അദ്ദേഹം വൈദികനായിരുന്നപ്പോൾ സാധാരണ മനുഷ്യർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സോഷ്യൽ മീഡിയയിൽ പല പോസ്റ്റുകളും കണ്ടു. പക്ഷെ പിന്നെ എന്തിനാണ് അദ്ദേഹം നേഴ്സുമാരുടെ ശത്രുതാ മനോഭാവം കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അദ്ദേഹത്തിൻ്റെ സഹോദരൻ ബെന്നിയെ ഈ ജൂബിലി ആശുപത്രിയുടെ CEO എന്ന നിലയിൽ 3 ലക്ഷം രൂപ ശമ്പളത്തിനെടുക്കുകയും പിന്നീട് പലതവണ ശമ്പള വർധനവിലൂടെ പ്രതിമാസം 5 ലക്ഷമാക്കി കൊടുക്കുകയും ചെയ്തതിന് കൂറാണ്. സ്വന്തം സഹോദരനെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാർ ആൻഡ്രൂസ് താഴത്തിനെ ബിഷപ്പ് ടോണി തെറ്റിദ്ധരിപ്പിക്കുന്നതിന് ഫലമായാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അറിഞ്ഞത്. നേഴ്സുമാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം, സഭയുടെ അന്തസ്സ് ഹനിക്കപ്പെടരുത് എന്ന ആഗ്രഹമുള്ള ചിലർ മാർ ആൻഡ്രൂസ് താഴത്തുമായി സംസാരിച്ചപ്പോഴാണ് സ്ഥിതിഗതികൾ മനസ്സിലാക്കുന്നത്. വാസ്തവത്തിൽ ഈ സമരം ജിഹാദികൾ സ്പോൺസർ ചെയ്യുന്ന സഭയെ തകർക്കാനുള്ള ഒന്നാണ് എന്ന് ആരൊക്കെയോ അദ്ദേഹത്തെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം സമരം ചെയ്യുന്നവരുടെ ഭാഗം കേൾക്കണം. അതിന് മാർ ടോണി സമ്മതിക്കുന്നില്ല. ഇതാണ് യഥാർത്ഥ അവസ്ഥ. തൻ്റെ സഹോദരന് വലിയ ശമ്പളം കൈപ്പറ്റി മുമ്പോട്ട് പോകണമെങ്കിൽ നേഴ്സുമാരുടെ ശമ്പളം കുറഞ്ഞിരിക്കണമെന്ന് ബിഷപ്പ് ടോണിയെ ആരോ പറഞ്ഞ് വിശ്വസിപ്പിച്ചതുകൊണ്ടാണ് മാർ ആൻഡ്രൂസ് താഴത്തിനെ പോലും അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അമലയിൽ തീർന്ന സമരം എന്തുകൊണ്ടാണ് ഇപ്പോഴും തുടരുന്നത്? അമലയിൽ സമരം തീർന്നപ്പോൾ അമല മാനേജ്മെൻറ്റ് തീർത്തു പറഞ്ഞത് ഒരു പ്രതികാര നടപടിയും ഉണ്ടാവില്ലെന്നാണ്. എന്നാൽ ജോലിക്ക് കയറാൻ വേണ്ടി നേഴ്സുമാർ ചെന്നപ്പോൾ ഓരോ കാരണങ്ങൾ പറഞ്ഞ് വൈകിപ്പിച്ചു. എല്ലാവരും ഒരുമിച്ചെടുക്കില്ല, എടുക്കുന്നവരെ അവർ നേരത്തെ ജോലി ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കില്ല, പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റും. ഇത് വലിയ സംഘർഷത്തിന് കാരണമായി. കാരണം ഇത് പക വീട്ടാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്ന് നേഴ്സുമാർ ആശങ്കപ്പെടുന്നു. അവരൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്ത് മുമ്പോട്ട് പോകുന്നു. അവർക്ക് കൃത്യമായി ആ ജോലി അറിയാം, ഡിപ്പാർട്ട്മെൻ്റ് അറിയാം. അവർ അതിൽ സ്പെഷ്യലിസ്റ്റുകളാണ്. അവർക്ക് നിരവധി വർഷത്തെ സീനിയോറിറ്റി ഉണ്ട്. അവരെ പെട്ടെന്ന് അവരുമായി ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുമ്പോൾ തീർച്ചയായും രോഗികളുടെ ജീവനെ ബാധിക്കും. കാരണം ഇവർ സീനിയോറിറ്റി അനുസരിച്ച് ഉയർന്ന പദവിയായിരിക്കും കൊടുക്കുന്നത്. പക്ഷെ അവർക്ക് സാധാരണ ഒരു നേഴ്സിനുള്ള പരിശീലനം പോലും അതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ വീഴ്ചകൾ പറ്റാം, രോഗികളുടെ ജീവൻ അപകടത്തിലാവാം, അത് ഇവരുടെ കരിയറിനെ ബാധിക്കും. ഇതിൻ്റെ പേരിൽ ഇവരുടെ മേൽ അച്ചടക്ക നടപടി ഉണ്ടാവാം. അതുകൊണ്ട് നേഴ്സുമാർ പറഞ്ഞ് സമ്മതിക്കില്ല. ഞങ്ങൾ പണിയെടുത്ത് പരിചയിച്ച് ഇതുവരെ 18ഉം 20ഉം വർഷമായി ജോലി ചെയ്യുന്ന നേഴ്സുമാരുണ്ട്. അവർ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലായിരിക്കും അവരുടെ സ്പെഷ്യലൈസേഷൻ. ആ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് നന്നായി അറിയാം, ആ ചികിത്സാ രീതി അറിയാം. അവരെ അവിടെ നിന്ന് പുതിയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റുമ്പോൾ അവർക്ക് അതേക്കുറിച്ച് ധാരണയില്ല. അതുകൊണ്ട് രോഗികളുടെ ജീവൻ കോംപ്രമൈസിലാവുന്ന സാഹചര്യം ഉണ്ടാവും. ഇത് രോഗികളുടെ ജീവനെ മാത്രമല്ല, ഇവരുടെ കരിയറിനെ ബാധിക്കും. ഈ ബോധപൂർവ്വം ഇവരെ റീഷഫിൾ ചെയ്ത് മറ്റ് പല സ്ഥലത്തേക്ക് മാറ്റി രോഗികളുടെ ജീവൻ അപകടത്തിലാക്കി ഇവരുടെ മേൽ അച്ചടക്ക നടപടി എടുത്ത് പുറത്താക്കാനുള്ള ഗൂഢാലോചനയാണ് നേഴ്സുമാർ സംശയിക്കുന്നു. അങ്ങനെ സംശയിക്കുന്നതിന് കുറ്റം പറയാൻ പറ്റുമോ? പഠിച്ചത് മെക്കാനിക്സ് ആണെന്ന് കരുതുക. ബൈക്ക് നന്നാക്കാനാണ് നന്നായി അറിയാവുന്നത്, അതാണ് പരിചയം. ഒരു സുപ്രഭാതത്തിൽ കാറ് നന്നാക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? പതിയെ പതിയെ ശരിയാക്കിയെടുക്കാം ട്രെയിനിയായിട്ടാണെങ്കിൽ. അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. ഇതോടുകൂടി നേഴ്സുമാർ പ്രതിഷേധിച്ചു, കുത്തിയിരിപ്പ് സമരം നടത്തി. അങ്ങനെ വീണ്ടും അമലയിൽ സംഘർഷമുണ്ടായി. ഇങ്ങനെ വിചിത്രമായൊരു നിലപാടിലേക്ക് അമല മാനേജ്മെൻറ്റ് മാറാൻ കാരണം തീർച്ചയായും മാർ ടോണി നീലങ്കാവിലിൻ്റെ പിടിവാശിയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമല മാനേജ്മെൻറ്റ് എങ്ങനെയെങ്കിലും പ്രശ്നം പരിഹരിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്.
എന്തായാലും ചർച്ചകൾ നടക്കുന്നു. ഈ കാര്യത്തിൽ UNA-ക്കുള്ളിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട്. മാനേജ്മെൻറ്റിൻ്റെ ഇഷ്ടമാണ് എവിടെ നിയമിക്കണം അത് ചെയ്യുക എന്ന് വിശ്വസിക്കുന്ന ചിലരുണ്ട്. എന്നാൽ ഇത് നേഴ്സുമാരുടെയും രോഗികളുടെയും സുരക്ഷയെ ബാധിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 50% നേഴ്സുമാരെങ്കിലും പഴയ ലാവണത്തിലേക്ക് തന്നെ തിരിച്ചെടുക്കണമെന്നും ബാക്കി 50% പേർ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറട്ടെ എന്നുമൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. പക്ഷേ ടോണി നീലങ്കാവിൽ വില്ലൻ വേഷത്തിലെത്തിയത് എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. അതിന് പല കാരണങ്ങളുണ്ട്. പ്രതിരോധ സമ്മേളനം എന്ന പേരിൽ തൃശ്ശൂർ ടൗൺ ഹാളിൽ വെച്ച് ഏതാണ്ട് 1000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു മഹാറാലി നടത്തിയിരുന്നു. നേഴ്സുമാരുടെ സമരത്തിന് വലിയ പിന്തുണയാണ്, നമുക്കാർക്കും പിന്തുണയില്ല എന്ന് പറയുന്നവർ കാണൂ എന്ന് പറഞ്ഞ് ഈ നീലങ്കാവിൻ കിടന്ന് ബഹളം വെക്കുന്നത് നിങ്ങൾ കേൾക്കുക. ചോദിക്കേണ്ടായി, ഈ സമരത്തിന് എന്തുമാത്രം പിന്തുണയാണ് നേഴ്സുമാർക്ക് ഈ UNA-ക്ക് കിട്ടുന്നത്, നിങ്ങളുടെ കൂടെ ആരാ ഉള്ളത് എന്ന് ചോദിക്കേണ്ടായി. എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ദിവസം ഈ ടൗൺ ഹാളും പരിസരങ്ങളിലേക്കും അവരൊക്കെ കടന്നു വരാനായിട്ട് ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും വന്ന് കാണട്ടെ. തൃശൂർ അതിരൂപത ഒറ്റക്കെട്ടായിട്ട് ഈ അതിരൂപതയ്ക്കെതിരെ, അതിരൂപത അധ്യക്ഷനെതിരെ ആരെങ്കിലും സ്വരമുയർത്തിയാൽ പ്രതികരിക്കും. അതിരൂപത അധ്യക്ഷൻ ഞാൻ വിളിച്ചാൽ എല്ലാവരും ഒന്നു ചേരും, ഈ സഭയെ സംരക്ഷിക്കും എന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും UNA-ക്ക് പിന്തുണയുണ്ട് എന്ന് സമ്മതിച്ചതിൽ സന്തോഷം. UNA ഒരു പരിപാടി നടത്തുമ്പോൾ 25,000 പേരെ കുറഞ്ഞത് പങ്കെടുക്കുന്നത്. തൃശ്ശൂർ രൂപതയ്ക്ക് 1000 പേരെ, അതും കന്യാസ്ത്രീകളെ അച്ഛന്മാരെ ഉൾപ്പെടുത്തി 1000 പേരെ സംഘടിപ്പിച്ചിട്ട് ഇങ്ങനെ അവകാശപ്പെടേണ്ടി വന്നല്ലോ. ഇത്തരം അവകാശവാദങ്ങളുടെ തുടർച്ചയാണ് വാസ്തവത്തിൽ ഇപ്പോഴത്തെ പിടിവാശിയുടെ പിന്നിൽ. മറ്റൊരു പ്രസംഗത്തിൽ അദ്ദേഹം കത്തോലിക്ക സഭയുടെ വിദ്യാഭ്യാസത്തെ തകർത്തു, ഇപ്പോഴിതാ കത്തോലിക്ക സഭയുടെ ആതുര ശുശ്രൂഷ തകർക്കുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തി. വിദ്യാഭ്യാസത്തിനെതിരെയുള്ള, വിദ്യാഭ്യാസം സഭയുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള പ്രേക്ഷിത ദൗത്യമായതുകൊണ്ടാണ് ഈ ദിവസങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസത്തെയല്ല, സഭയുടെ തന്നെ ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ആതുര സേവന ശുശ്രൂഷ രംഗത്തെ തകർക്കുന്നതിന് സംഘടിതമായിട്ടുള്ള പരിശ്രമങ്ങൾ ഈ പല കാലഘട്ടങ്ങളിലും നടന്നെങ്കിൽ ഇന്ന് അത് ഏറ്റവും ശക്തമായിട്ട് നമ്മുടെ മുമ്പില് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണിപ്പോഴ്. എന്തൊരു നാണക്കേടാണ് ഇത്. കേട്ടാൽ ഓർക്കും ആതുര ശുശ്രൂഷ സൗജന്യമാണ്, വിദ്യാഭ്യാസം സൗജന്യമാണ്, ഫീസും ഡൊണേഷനും ഇല്ലാതെ ഏത് സ്ഥാപനത്തിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ വാചകമടിച്ച് നേഴ്സുമാരുടെ സംഘടന ഇല്ലാതാക്കാൻ ശ്രമിച്ചത് പൊളിഞ്ഞു പോയപ്പോഴുണ്ടായ വിഷമമാണ്. എന്നിട്ടും അവസാനിച്ചില്ല. നേഴ്സുമാരുടെ സമരത്തെ അധിക്ഷേപിച്ചുകൊണ്ട് മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് കരുണയുടെ പ്രവാചകനായിരുന്നു. അദ്ദേഹം പാവപ്പെട്ട നേഴ്സുമാർക്ക് വേണ്ടി സംസാരിച്ചു എന്ന് അദ്ദേഹം കീറടിച്ചിരുന്നു. വളരെ സൗഹാർദ്ദപരമായിട്ട് വലിയ കാരുണ്യത്തിന്റെ നീട്ടിക്കൊണ്ടാണ് അഭിമന്യ പിതാവ് അന്ന് ചർച്ചയിൽ പങ്കെടുത്തത്. ആ ചർച്ച വളരെ സൗഹൃദപരമായിട്ട് ഈ സമരത്തെ പരിഹരിക്കാനുള്ള മാർഗം എന്നുള്ളത് അത് ഗവൺമെന്റിന്റെ മിനിമം വേജസ് എത്രയും വേഗം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പ് അമല ജൂബിലി മാനേജ്മെന്റുകളുമായിട്ട് നടന്ന ചർച്ചയില് 5 മാസം എടുക്കുമെന്ന് പറഞ്ഞ ഈ മിനിമം വേജസിന്റെ പ്രഖ്യാപനം അത് 2 മാസത്തിലേക്ക് ചുരുക്കാൻ നമ്മുടെ ഒരുമിച്ചുള്ള ശ്രമത്തിന് സാധിച്ചു. അതേക്കുറിച്ച് സോഫി മനേഷ് എന്ന നേഴ്സ് ഇങ്ങനെ എഴുതുന്നു: ജൂബിലി ഹോസ്പിറ്റലിൽ കാരുണ്യത്തിന്റെ കരം നീട്ടി പിതാവുമായി നടത്തിയെന്ന് പറയുന്ന ചർച്ച പറഞ്ഞു വരുമ്പോൾ സർക്കാരിനോട് പറഞ്ഞ മിനിമം വേജ് ഉത്തരവ് 5 മാസം എന്നുള്ളത് 2 ആക്കി. പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പിതാവ് വിഷമിച്ചു, വേണ്ടെന്ന് പറഞ്ഞ് പിന്നെ എന്താ ആംബുലൻസ് തടഞ്ഞത്, പറയാൻ എഴുതി കൊടുത്തില്ല, അത് കേട്ടില്ലല്ലോ. എൻ്റെ പൊന്നു പിതാവെ, ആർക്കു വേണ്ടിയാണ് നിങ്ങളിങ്ങനെ വന്ന് കള്ളത്തരം പറയുന്നത്? ബാഗും പിടിച്ച് ഞങ്ങൾ സ്ക്രിപ്റ്റ് എഴുതി കാത്തിരുന്നു പോലും. നാണമുണ്ടോ ഇങ്ങനെ പബ്ലിക്കായിരുന്ന് കള്ളം പറയാൻ? പിതാവിന് കരുണയുണ്ടെന്നാണ് അന്നത്തെ ചർച്ച തീരം വരെ ഞങ്ങൾ വിചാരിച്ചത്. ബട്ട് ഞങ്ങളെ പോലീസ് ഫോഴ്സിനെ വെച്ച് അറസ്റ്റ് ചെയ്യിക്കണമെന്നുള്ളത് നിങ്ങളുടെ ആഗ്രഹമായിരുന്നു. ജൂബിലി ഹോസ്പിറ്റലിൽ ഒരു പ്രക്ഷോഭവും നടന്നില്ല. അവിടെ നിങ്ങളുടെ പ്ലാൻ തെറ്റി. പിന്നെ കൂടുതൽ ഫോഴ്സിനെ നിങ്ങൾ ബിഷപ്പ് ഹൗസിന് മുമ്പിൽ നിർത്തി അവിടെ ഞങ്ങൾ സമാധാനപരമായി പ്രതിഷേധം അറിയിച്ചു. ഒന്നും നടക്കാതെ വന്നപ്പോൾ ആംബുലൻസ് കുറെ വെറുതെ ഞങ്ങളുടെ ഇടയിൽ കൂടി ചീറിപ്പായിച്ചു. കാലി ആംബുലൻസ് പോയപ്പോൾ പോലും ഒന്നിനെയും ഞങ്ങൾ തടഞ്ഞില്ല. ബിഗ് TV എല്ലാം ലൈവ് ഇടുകയും ഇതൊരു സംശയമേ പറയുകയും ചെയ്തപ്പോൾ അതിനുശേഷം ആംബുലൻസ് വരവ് ഇല്ലാതായി. അങ്ങനെ ഞങ്ങൾ ഒരു വിധേനയും അറസ്റ്റ് ചെയ്യാനോ സമരം തകർക്കാനും കഴിയാത്തതിൻ്റെ വിഷമമായിരിക്കും പിതാവിന് അന്നുണ്ടായിരുന്നത്. അല്ലെങ്കിലും ഇത്രയും കരുണാനിധിയായ പിതാവിനെ ഒരല്പം കരുണ ഞങ്ങളുടെ നേരെ കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. നോക്കുക, ബിഷപ്പ് ഹൗസ് ഉപരോധിച്ചു എന്ന് പേര് നേഴ്സുമാരെ അറസ്റ്റ് ചെയ്യാൻ നീക്കം നടത്തി. നേഴ്സുമാരെ പ്രകോപനത്തിൽ വീണില്ല. എന്നിട്ടും പച്ചക്കള്ളം പറയുന്നു. ഇങ്ങനെ പച്ചക്കള്ളം പറഞ്ഞ്
മുമ്പോട്ട് പോകുന്ന മാർ ടോണി നീലങ്കാവലിന് അമലയിലെ സമരവും കലക്കിയേ മതിയാവൂ. അതുകൊണ്ടാണ് ഒത്തുതീർപ്പിലായ സമരം വീണ്ടും ഇങ്ങനെ വലിച്ചു നീട്ടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്.